സ്കൂൾ കാലഘട്ടം മുതലുള്ള നിങ്ങളുടെ ക്രഷിനെ കോളേജിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ച് യാദൃശികമായി കണ്ടുമുട്ടിയാലോ? ശേഷം എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ നമ്മുടെ കഥാനായികയുടെ ജീവിതത്തിൽ അതേ സെയിം സിറ്റുവേഷൻ ഉണ്ടാകുന്നു. എന്തൊക്കെ രസകരമായ കാര്യങ്ങളാണ് അതിനു മുന്നേയും അതിനു ശേഷവും അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നറിയാനായി നമുക്ക് 2021 റിലീസായ ബൈ സ്റ്റീൽത്ത് ലൈക്ക് യു എന്ന കോമഡിയും റൊമാൻസും ഫ്രണ്ട്ഷിപ്പും ഒക്കെയുള്ള ഒരു കഥ കേൾക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ മൂവിനെ കാണിച്ചുകൊണ്ടാണ്. അവൾ പുതുതായി പഠിക്കാനായി ചേർന്നിരിക്കുന്ന കോളേജിലേക്ക് ഫസ്റ്റ് ഡേ വന്നിരിക്കുകയാണ്. ഈ കോളേജ് അവള് തിരഞ്ഞെടുക്കാനായി ഒരു കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, അവളുടെ ക്രഷാണ്. അവളുടെ ക്രഷായ ജീനാം ഈ ഒരു സ്ഥലത്താണ് പഠിക്കാൻ വരുന്നതെന്ന ഇൻഫർമേഷൻ കിട്ടിയതിനെ തുടർന്നാണ് അവളും ഇതേ സ്ഥലത്ത് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഡേ വന്ന് അവൾ ഫുൾ തിരയുന്നത് ജീനാമിനെയാണ്. നീ അവൻ ഇവിടെ തന്നെ ആയിരിക്കോ വരിക, മറ്റെവിടേക്കെങ്കിലും മാറിപ്പോവോ എന്നൊക്കെ ചിന്തിച്ച് അവൾ നിൽക്കുന്ന സമയത്താണ് അവിടെ ബാസ്കറ്റ്ബോൾ മാച്ച് തുടങ്ങാറായി എന്ന് കുട്ടികൾ പറഞ്ഞങ്ങോട്ടേക്ക് പോകുന്നത് കാണുന്നത്. അങ്ങനെ ആ ഒരു മാച്ച് കാണാനായി അങ്ങോട്ടേക്ക് പോകുമ്പോ അവൾ അവിടെ ഇരുന്ന് അവളുടെ സ്കൂൾ കാലഘട്ടം ഓർക്കാണ്. ജീനാം പഠിക്കാനും സ്പോർട്സിലൊക്കെ ഒരേപോലെ ടാലന്റഡ് ആയ ഒരു പയ്യനായിരുന്നു. അവൻ ഇതുപോലെ ബാസ്കറ്റ്ബോൾ കളിക്കുന്ന സമയം ഇവൾ ആ കോർട്ടിന്റെ പരിസരത്ത് എവിടെയും ചുറ്റിക്കറങ്ങി നടക്കാറുണ്ട്. ആ സമയത്തെല്ലാം അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ബോള് അവളുടെ ദേഹത്ത് വന്ന് തട്ടുന്നതും അവൻ അടുത്ത് വന്ന് സോറി ചോദിക്കുന്നതും ഒക്കെ അവൾ സ്വപ്നം കാണാറുണ്ടെങ്കിലും അവളുടെ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടികളുടെ ദേഹത്ത് പലപ്പോഴും ബോൾ വന്ന് തട്ടി അവരോട് ജീനാം വന്ന് സംസാരിച്ച് സോറിയൊക്കെ പറയാറുണ്ടെങ്കിലും ഒരിക്കൽ പോലും അത് പ്രതീക്ഷ അവിടെ നിൽക്കുന്ന അവൾക്ക് അതിനുള്ള അവസരം ലഭിച്ചിട്ടില്ല. കൂടാതെ പലപ്പോഴും അവനോട് സംസാരിക്കാനൊക്കെ പോയി അവൾ ചമ്മി തിരിച്ചു വരേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന ടീം എങ്ങനെങ്കിലും അവൻ പഠിക്കുന്ന അതേ കോളേജിലേക്ക് ഇത് കഴിഞ്ഞ് തനിക്ക് അഡ്മിഷൻ കിട്ടണമെന്ന് കരുതി അവൾ വളരെ മോട്ടിവേറ്റഡ് ആയി ഉറക്കമൊക്കെ വരുന്ന സമയം അവന്റെ ഫോട്ടോ നോക്കി ഉറക്കമൊക്കെ പമ്പ കടത്തിവിട്ട് ഇരുന്ന് പഠിക്കാറുണ്ട്. സ്കൂൾ കാലഘട്ടത്തിന്റെ അവസാന ദിവസം അവനോട് തന്റെ ഇഷ്ടം തുറന്ന് പറയണമെന്ന് കരുതി വേറെ ക്ലാസ്സിൽ പഠിക്കുന്ന ജീനാമിനെ കാണാനായി പോകുന്നുണ്ടെങ്കിലും അവൾ അവിടെ എത്തും മുന്നേ അവരൊക്കെ ക്ലാസ് കഴിഞ്ഞ് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു. ഇനിയും ആകെപ്പാടെയുള്ള ഒരു ഹോപ്പ് കോളേജിൽ എത്തുമ്പോൾ കാണാമെന്നാണ്. പക്ഷെ കോളേജിൽ എത്തിക്കഴിഞ്ഞ് ഇവിടുത്തെ സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് നോക്കുമ്പോൾ ആ പേരിൽ ആരും തന്നെ ഇല്ല. ഇനി അവൻ വേറെ കോളേജിലായിരിക്കും എന്ന ആ ഒരു പേടിയിലാണ് അവൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ആ ടീം അവളുടെ അടുത്തിരിക്കുന്ന ഒരു ഫ്രണ്ട് ആ ബാസ്കറ്റ്ബോൾ കളിക്കുന്ന പയ്യനെ കാണാൻ വളരെ ഹാൻസം ആയിട്ടുണ്ടല്ലേ, എല്ലാ പെൺകുട്ടികളും അവനെയാണ് നോക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ പയ്യന്റെ മുഖം കണ്ടില്ലെന്ന് മറുപടി പറയുന്ന അതേസമയം അവളുടെ തലയിലേക്ക് ബാസ്കറ്റ്ബോൾ വന്നടിക്കുന്നു. അവള് വേദന കൊണ്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ആ അടിച്ച പയ്യനെത്തി അവളോട് സോറി പറയുമ്പോഴാണ് അവൾ അവന്റെ മുഖം കണ്ട് ആകെ സർപ്രൈസ്ഡ് ആവുന്നത്. കാരണം അത് മറ്റാരുമല്ല, ജീനാമാണ്. അവനും അവളെ കണ്ട് ആകെ ഷോക്കാവുന്നു. ജീനാം അവന്റെ പേര് സ്വല്പം മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുതിയ പേരിൽ ഇവിടെ വന്നതുകൊണ്ടാണ് ഇവൾക്ക് അവനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞത്. എന്തായാലും ഇവളെ നന്നായി ഓർമ്മ കിട്ടുന്ന അവൻ നീ ഇവിടെയാണോ പഠിക്കുന്നത്, എന്തെങ്കിലും പറ്റിയോന്ന് ചോദിക്കുമ്പോൾ അവൾ വീണ്ടും സർപ്രൈസ്ഡ് ആവുന്നു. എന്നെ ഓർമ്മയുണ്ടോ, ഞാനും ഇവിടെ പഠിക്കുന്നത്, കോയിൻസിഡൻസ് അല്ലേന്നെല്ലാം അവൾ ഇങ്ങനെ പറയുന്നു. ആ ടീം അവൻ അവളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാനായി നോക്കുമ്പോൾ അവൾ ബാലൻസ് തെറ്റി അവന്റെ ദേഹത്തേക്ക് വീണ് അവനെ തന്നെ അറിയാതെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് പരിസരം ഓർമ്മ വന്ന് മാറി നിൽക്കുന്നു. അവനാകട്ടെ നിനക്ക് ഇപ്പോഴും ഈ വീഴുന്ന ശീലമുണ്ടോ, സ്കൂളിൽ വെച്ച് എപ്പോഴും ഇങ്ങനെ വീഴുന്നത് കണ്ടിട്ടുണ്ടല്ലോ, എന്തായാലും എന്തെങ്കിലും പറ്റിയെങ്കിൽ പറയുന്നെല്ലാം പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുമ്പോൾ അവൾ വളരെ ഹാപ്പി ആയിരുന്നു. എന്തെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച് ഇവിടെ തന്നെ അഡ്മിഷൻ മേടിച്ചത് വെറുതെ ആയില്ലല്ലോ എന്ന് അവൾ അവളെ തന്നെ ചീർ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം പലതവണ പിന്നീട് ജീനാമിനെ കണ്ട് സംസാരിക്കാനായി ശ്രമിച്ചെങ്കിലും അവൾക്ക് അതിന് അവസരം കിട്ടിയില്ല. അവളിപ്പോ ലൈബ്രറിയിൽ നിന്ന് ആദ്യം കണ്ടപ്പോഴേ വിചാറ്റ് ID വാങ്ങേണ്ടതായിരുന്നു എന്ന് കരുതി സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. കാരണം അതുണ്ടെങ്കിൽ അവന് മെസ്സേജ് അയക്കാറുന്നല്ലോ എന്നവൾ ആലോചിച്ച് അവിടെ നിൽക്കുന്ന സമയം പ്രതീക്ഷിക്കാതെ അവൻ അവിടെ കാണുമ്പോൾ അവൾ പെട്ടെന്ന് പേടിച്ച് അവളുടെ കയ്യിലുണ്ടായിരുന്ന ബുക്ക് താഴെയിടുന്നു. ആ ബുക്ക് വന്ന് വീണ് അവളുടെ കാല് വേദനിക്കുന്നുണ്ടെങ്കിലും അവൾ അത് പുറമേ കാണിക്കാതെ കടിച്ചു പിടിച്ച് നിൽക്കുന്നു. അവനാകട്ടെ അവൾ ഇവിടെ കണ്ടിട്ട് രാത്രി ഡിന്നർ കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുന്നു. അത് കേൾക്കുമ്പോഴേ അവൾ വളരെ ഹാപ്പിയായി സമ്മതിക്കുന്നു. ഒരുപക്ഷെ അവൻ തന്നെ ഡേറ്റിന് വിളിക്കായിരിക്കും എന്ന് ആലോചിക്കുന്ന അവൾക്ക് സന്തോഷം സഹിക്കാനേ വയ്യ. എന്തായാലും ഇന്ന് വിചാറ്റ് ID വാങ്ങണമെന്ന കണക്കൂട്ടല് വളരെ ഹാപ്പിയായ ആ ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുന്ന അവൾ അവനെ കാണുമ്പോഴേ ആ സന്തോഷം എല്ലാം പമ്പടക്കാണ്. കാരണം അവൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഡേറ്റിനല്ല എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ഈ ഫ്രണ്ട്സിന് ഓൾറെഡി ഇവളെ അറിയാം. കാരണം ഇവരൊക്കെ ഒരു സ്കൂളിൽ പഠിച്ചവരാണ്. സ്കൂളിൽ വെച്ച് ഇവൾ കോമഡി പാട്ടൊക്കെ പാടി പ്രോഗ്രാമിന് ആളുകൾ ഇവളെ കളിയാക്കി ചിരിച്ച കാര്യമൊക്കെ ആ ഫ്രണ്ട്സ് പറയുമ്പോൾ ഇതൊക്കെ ഇവന്മാർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ എന്നുള്ള രീതിയിൽ അവളൊക്കെ ചമ്മി നിൽക്കുന്നു. അങ്ങനെ ഫുഡ് കഴിക്കുന്ന ടീം ഇവര് കഴിക്കുന്ന ഫുഡൊക്കെ അവൾക്ക് കണ്ടിട്ട് കൊതിയാവുന്നുണ്ടെങ്കിലും ഇവരുടെ മുന്നിൽ വെച്ച് വലിച്ചു വാരി കഴിച്ച് വെറുതെ ഇമേജ് കളയണ്ടെന്ന് കരുതി അവൾ അങ്ങനെ ഫുഡൊന്നും കഴിക്കുന്നില്ല. ചുമ്മാ അറ്റം കഴിക്കുന്നുള്ളൂ. അതിന്റെ ഇടയിൽ വെള്ളമെടുക്കാനായി ജീനാം അവിടെ നിന്ന് മാറുമ്പോ അവൾ ഫ്രണ്ട്സ് കാണാതെ ഒരു പീസ് ഇറച്ചി എടുത്തുകൊണ്ട് പുറത്തു വന്നു നിന്ന് അത് കടിച്ചു പറിച്ച് കഴിക്കുന്നു. അത് കണ്ടുകൊണ്ട് വരുന്ന ജീന
ജീനാം അവിടെ നിന്ന് ചിരിക്കുമ്പോ അവൻ അത് കാണാതിരിക്കാനായി അവൾ ഫോൺ വിളിക്കുന്നത് പോലെ നിൽക്കാണ്. അങ്ങനെ അതിനുശേഷം അവനോട് അവിടെ വെച്ച് വീചാറ്റ് ഐഡി ചോദിക്കാനായി അവൾ ഒരുങ്ങുമ്പോഴേക്കും മുന്നേ കഴിച്ച ഫുഡിന്റെ കാരണം എക്കിള് വരുന്നു. അത് കാണുന്നവൻ വന്ന് വെള്ളം കുടിക്കാനായി പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോ ഐഡി ചോദിക്കാനുള്ള ചാൻസ് മിസ്സായല്ലോ എന്ന് അവളും പെറുപെറുക്കുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങുമ്പോൾ അവൻ അവളെയും കൂട്ടി ഷോപ്പിങ്ങിന് പോയിട്ട് ഒരാഴ്ചത്തേക്ക് എനിക്ക് സ്നാക്സ് വേണം, നീ അത് സെലക്ട് ചെയ്യും, ഇത് നിന്റെ ടാസ്ക് ആണെന്ന് അവൻ പറയുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സ്നാക്സും ക്യാൻഡീസും ഒക്കെ അവൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്ന് അവർ പുറത്തേക്ക് പോകുമ്പോൾ വീണ്ടും അവൾ ഐഡി ചോദിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഓരോ കാരണങ്ങൾ കൊണ്ട് ഡിസ്ട്രാക്റ്റഡ് ആവുകയാണ്. ഇത്തവണ ഒരു പെറ്റ് ഷോപ്പിന്റെ അവിടെ എത്തുമ്പോൾ അവിടുത്തെ പൂച്ചക്കുട്ടിയെ കണ്ട് രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകുന്നു. നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള പൂച്ചക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് അവൾ അതിനെ വളരെയധികം കമന്റ് അടിക്കുകയാണ്. അവനും ഒരു പൂച്ച തലോടുന്ന പോലെ അത് കേട്ട് അവളുടെ തലയിൽ തട്ടുന്നു. പെട്ടെന്ന് നാണം വരുന്ന അവൾ സൈഡിലേക്ക് തിരിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ് കാണാതെ അതിൽ ഇടിക്കുകയും ചെയ്യുന്നു. എന്തായാലും അങ്ങനെ രണ്ടുപേരും നടന്ന് മൂവിന്റെ ഹോസ്റ്റലിന്റെ അവിടെ എത്തുന്നു. അവൻ ആ ടീം അവന് വേണ്ടിയെന്ന് പറഞ്ഞ് വാങ്ങിച്ച സ്നാക്സ് എല്ലാം അവളെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ അവൾ ഒരേ ടീം വളരെ ഹാപ്പി ആകുന്നു, ഒപ്പം നിരാശയാവുന്നു. ഇവൾ ഹാപ്പി സ്നാക്സ് കിട്ടിയതിന്റെയാണ്, നിരാശയാകട്ടെ വീചാറ്റ് ഐഡി ഇപ്പോഴും ചോദിക്കാൻ പറ്റിയില്ലല്ലോ, വീണ്ടും നല്ലൊരു ചാൻസ് മിസ്സായല്ലോ എന്ന നിരാശ. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം ജീനാമിനോട് സംസാരിക്കാനായി അവന്റെ കമ്പ്യൂട്ടിംഗ് ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോ പെട്ടെന്ന് അവിടേക്ക് സാർ വരുന്നു. അവൾക്ക് പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ കഴിയാതെ അവൾ അവിടെ സ്റ്റുഡൻസിന്റെ കൂട്ടത്തിൽ ഒരാളായി ഇരിക്കുന്നു. ആ ടീം സാർ അവളോട് ക്ലാസ്സിലെ കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്റെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അവൾക്കാകട്ടെ ഇതിന്റെ ABCD അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആളാകെ പകച്ചു നിൽക്കാണ്. അപ്പോഴാണ് അവളുടെ മുഖം സാറ് ശ്രദ്ധിക്കുന്നത്. നീ ക്ലാസ്സിലല്ലോ എന്ന് പറഞ്ഞ് സാർ അവളെ വഴക്ക് പറയുന്നു. കൂടാതെ സാർ പുറകിലായിരിക്കുന്ന ജീനാമിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് എത്തി ഇവൾക്ക് വേണ്ടി ഞാൻ ആൻസർ പറയാമെന്നും പറഞ്ഞ് ആൻസർ പറയുമ്പോൾ അവൾ വളരെ ഹാപ്പി ആവുന്നതും അവൻ അവളെ തോളിൽ ചായ്ക്കുന്നു. യഥാർത്ഥത്തിൽ ഇതൊന്നും സംഭവിച്ചില്ല. അവനോട് സാർ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അവൻ ആൻസർ പറഞ്ഞു എന്നത് വരെ ശരിയാണ്, ബാക്കിയൊക്കെ അവളുടെ സങ്കല്പമായിരുന്നു. അവന്റെ തോളിൽ ചാരി നിൽക്കുന്നതായി സങ്കല്പിച്ച് അവൾ ഇങ്ങനെ വായുവിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് കാണുന്ന സാറ് ഇങ്ങനെ പെടലി വെച്ച് ഉറക്കം തൂങ്ങിയാലേ പെടലി ഒടിഞ്ഞു പോകുന്നു അവളെ കളിയാക്കുന്നു. അങ്ങനെ ക്ലാസ് കഴിയുമ്പോഴേക്കും അവൾ ആകെ ചമ്മി അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്കുമ്പോൾ നീ എന്താ ഇവിടെയെന്ന് ജീനാം അവളോട് ചോദിക്കുന്നു. അത് പിന്നെ എനിക്ക് ഈ സബ്ജക്ട് വളരെ ഇഷ്ടമായതുകൊണ്ട് ഒന്ന് പഠിക്കാനായിട്ട് വന്നിരുന്നതാന്ന് പറയുന്ന അവളെ എനിക്ക് ഇതിനെപ്പറ്റി കുറെ ഡൗട്ട് ഉണ്ട്, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, വീചാറ്റ് ഐഡി തരാമെന്ന് ചോദിക്കുമ്പോൾ ഐഡിയ ഒക്കെ തരാം, പക്ഷെ ചുമ്മാ മെസ്സേജ് ശല്യം ചെയ്യില്ല, എനിക്ക് സമയമില്ലെന്ന് അവൻ പറയുന്നു. കൂടാതെ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ അവളുടെ ഫോൺ വാങ്ങി അതിൽ അവന്റെ ID കൊടുക്കുകയാണ്. അവളാകട്ടെ ID കിട്ടിയതിൽ വളരെ ഹാപ്പി ആയിരുന്നു. തിരിച്ച് ഹോസ്റ്റൽ റൂമിൽ എത്തിക്കഴിഞ്ഞ് ഇവൻ എന്താ എന്റെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാത്തത്, എന്റെ ഫോണിൽ നിന്ന് അയച്ചിട്ടും അവൻ എന്താ ആക്സെപ്റ്റ് ചെയ്യാത്തത് ഇങ്ങനെ ആലോചിച്ചിരുന്നു. ഒടുക്കം അവനത് ആക്സെപ്റ്റ് ചെയ്തത് കാണുമ്പോൾ അവൾ വളരെ ഹാപ്പിയായി ഒരുപാട് നേരം ആലോചിച്ച് ഒടുക്കം ഒരു ഹായ് അയക്കുന്നു. അതിനുശേഷം അവന്റെ വീചാറ്റ് അരിച്ചു പറക്കാണ്. അതിൽ നിന്ന് അവന് ഏറ്റവും ഇഷ്ടമുള്ള 3 കാര്യങ്ങൾ, ഒന്ന് ബാസ്കറ്റ് ബോൾ, രണ്ടാമത്തേത് കോഫി, മൂന്നാമത്തേത് ആസ്ട്രോണമി ആണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവൾ അങ്ങനെ ഈ 3 കാര്യങ്ങൾ കൊണ്ട് അവനെ ഇംപ്രസ് ചെയ്യാനായി നോക്കുന്നു. അതിനായിട്ട് അവനിപ്പോ എവിടെയാ ഉള്ളതെന്ന് അവൾ അന്വേഷിക്കുമ്പോൾ വീചാറ്റില് അവൻ ലൈബ്രറിയിലാണുള്ളതെന്ന് സ്റ്റേറ്റസ് ഇട്ടിരിക്കുന്നത് കണ്ട് അവൾ ഒരു കോഫിയും വാങ്ങി കയ്യിൽ ആസ്ട്രോണമിയുടെ കുറെ ബുക്കും പിടിച്ചുകൊണ്ട് ലൈബ്രറിയുടെ വാതൊക്കെ പോയി നിൽക്കുന്നു. അവിടെ അവൻ വരുമ്പോ എങ്ങനെ കോഫി കൊടുക്കണമെന്ന് അവൾ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ വരുന്നത്. ഇതെന്താ ഈ കാണിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അല്ല എക്സ്ട്രാ ഒരു കോഫി ഉണ്ട്, വേണോ, കോഫി ഇഷ്ടമല്ലെന്ന് അവൾ ചോദിക്കുമ്പോൾ രാത്രി കോഫി വേണ്ട, ആ ശീലം എനിക്കില്ലെന്ന് അവൻ പറയുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും ഒന്നിച്ച് അവിടെ നിന്ന് നടക്കുമ്പോൾ ഇവന് ആസ്ട്രോണമി ഇഷ്ടമാണ് എന്ന കാര്യം കൊണ്ട് അവൾ അതിനെപ്പറ്റി സംസാരിക്കാനായി തുടങ്ങുന്നു. അല്ല നീ എന്റെ ഓരോ ഇഷ്ടങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ, എന്താ സംഭവം അവൻ ചോദിക്കുമ്പോ അത് ചുമ്മാ കോയിൻസിഡൻസ് ആയിരിക്കും, ഇത് കണ്ടോ എനിക്ക് ആസ്ട്രോണമി വലിയ ഇഷ്ടമാണ്, ഞാൻ അതിന്റെ ബുക്കുകൾ വായിക്കുന്നെന്നും പറഞ്ഞ് അവൾ ആ ബുക്കുകൾ എടുത്ത് കാണിക്കുന്നു. നിനക്കത് അത്ര ഇഷ്ടമാണെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുവന്നും പറഞ്ഞ് അവൻ അവളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെയാണെങ്കിൽ ആരുമില്ല, ഇവര് മാത്രമേ ഉള്ളൂ. ഇവൻ തന്നെ ഇവിടെ വെച്ച് കിസ് ചെയ്താലോ എന്നവൾ വളരെ മനക്കോട്ട കെട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ അവനുള്ള അടുത്തേക്ക് എത്തി പതിയെ കവിളിൽ പിടിക്കുന്നു. തന്റെ സ്വപ്നം സത്യമാകാൻ പോവുകയാണെന്ന് അവള് പ്രതീക്ഷിക്കുമ്പോൾ അവൻ കവിളത്ത് ഒരൊറ്റ അടി, എന്നിട്ട് ഇത് കണ്ടോ ഒരു മുട്ടം കൊതുവായിരുന്നു, അതിനെ ഞാൻ കൊന്നു പറഞ്ഞു അതങ്ങ് ഊതി കളയുമ്പോൾ ഇവൾ ആകെ പാട ചമ്മുന്നു. അപ്പോഴാണ് അവൻ ആലോചിക്കുന്നത് അല്ല ഞാൻ കവിളത്തടിക്കാൻ വന്നപ്പോ നീ പെട്ടെന്ന് കണ്ണടച്ചു നിന്നല്ലോ, എന്താ കാര്യമെന്ന് അവൻ ചോദിക്കുമ്പോൾ അവൻ കിസ് ചെയ്യാൻ വന്നതാണെന്ന് കരുതി കണ്ണടച്ചു എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് അവൾ പെട്ടെന്ന് അവിടെയുള്ള ഓരോ നക്ഷത്രങ്ങളുടെ കാര്യം പറഞ്ഞ് വിഷയം മാറ്റുമ്പോൾ ഇതല്ലേ വാൽ നക്ഷത്രമെന്ന് അവൾ ഒരു നക്ഷത്രത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതല്ല അതാണ് വാൽ നക്ഷത്രമെന്ന് അവൻ അവളുടെ കൈ പിടിച്ച് ചൂണ്ടിക്കാണിക്കുന്നു. പെട്ടെന്ന് അവള് വളരെ ഹാപ്പി ആവുന്നു. ആ സമയത്ത് അവിടേക്ക് ജീനാമിന്റെ ഒരു ഫ്രണ്ട് വരുന്നു. ആ ഫ്രണ്ട് ആകട്ടെ ഒരു ഫോട്ടോഗ്രാഫറിനെ വേണം, നാളത്തെ പ്രോഗ്രാമിന് ഫോട്ടോഗ്രാഫർ സെറ്റ് ആയില്ല എന്ന് പറയുമ്പോൾ ജീനാം പെട്ടെന്ന് ജേർണലിസം പഠിക്കുന്ന മൂവിന്റെ കാര്യം ആലോചിക്കുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി ക്യാമറ സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാമോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഇവിടെ ഇവൾക്ക് ജേർണലിസം ആണ് പഠിക്കുന്നതെങ്കിലും ക്യാമറ ക്ലാസ്സസ് ഒന്നും തുടങ്ങിയിട്ടില്ലെങ്കിലും അവൾ ജീനാം ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെ
പറ്റില്ല എന്ന് പറയാനായി അവൾക്ക് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ മൂ അടുത്ത ദിവസം അവളുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെന്ന് ഒരു ക്യാമറയ്ക്കുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് അതിന്റെ ക്ലാസ്സസ് ഒന്നും തുടങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ക്യാമറ കൊടുക്കാതെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുന്നു. എങ്കിലും അവൾ ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് ക്യാമറ കടം വാങ്ങി ജീനാമിന്റെ ഒക്കെ പ്രസന്റേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് അത് റെക്കോർഡ് ചെയ്യാനായി പോകുന്നു. അവന്റെ പ്രസന്റേഷൻ നടക്കുമ്പോഴെല്ലാം അവളുടെ കണ്ണ് അവനിലായിരുന്നു. അവൻ അത് കഴിഞ്ഞ് ഫ്രണ്ടിനെ നോക്കി കണ്ണൊന്നും ബ്ലിങ്ക് ചെയ്യുമ്പോൾ തന്നെയാണ് അവൻ നോക്കുന്നതെന്ന് ആദ്യം തെറ്റിദ്ധരിച്ച് അവൾ വളരെയധികം നാണിക്കുന്നു. പക്ഷെ പിന്നീട് അത് സുഹൃത്ത് ആണെന്ന് മനസ്സിലാക്കി അവൾ അവിടെ നിന്ന് നൈസായി മാറുന്നു. ജീനാമാകട്ടെ പ്രസന്റേഷനൊക്കെ നന്നായി കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ അവന്റെ ഫ്രണ്ട്സിനെയും മൂന്നെയും കൂട്ടി ഡിന്നർ കഴിക്കാനായി പോകുന്നു. ഡിന്നർ കഴിക്കുന്ന ടീം കൂട്ടി ഡ്രിങ്ക്സ് അടിക്കുന്നുണ്ട്. താൻ നന്നായിട്ട് ഡ്രിങ്ക്സ് അടിച്ചാൽ ഇവൻ തന്നെ ഹോസ്റ്റൽ വരെ കൊണ്ടുപോകും, തനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല എന്ന് കണക്കാക്കി കൂട്ടുവരുമെന്ന് കരുതി അവൾ നന്നായിട്ട് ഡ്രിങ്ക്സ് അടിക്കുമ്പോൾ അവൾ പക്ഷെ ഫിറ്റ് ആവുന്നേ ഇല്ല. ഇത് കണ്ട് അവന്റെ കൂട്ടുകാരാകട്ടെ ഇവൾ ഇത്രയും ഡ്രിങ്ക്സ് അടിക്കുന്ന കണ്ടാ പറയില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു ഡ്രിങ്കിങ് കോമ്പറ്റീഷൻ അവളുമായി വെക്കാനായി ഒരുങ്ങുമ്പോൾ അവൾ അതിനെ സമ്മതിക്കുന്നുണ്ടെങ്കിലും ജീനാം അതിനെ സമ്മതിക്കാതെ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ആരെങ്കിലും ഡ്രിങ്ക്സ് അടിക്കാൻ പറഞ്ഞാൽ അത് കേൾക്കാൻ നോക്കിയിരിക്കുകയാണോ എന്ന് അവൻ ദേഷ്യപ്പെടാണ്. ഇവളാകട്ടെ അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നേ നടന്നു പോകുന്ന അവന്റെ നിഴലില് കൈ കോർത്ത് പിടിക്കുന്നത് പോലെ നടക്കുന്നത് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്നൊന്ന് കാണുന്നുണ്ട്. നീ എന്തേ കാണിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അവള് വിഷയം മാറ്റുന്നു. അങ്ങനെ ഇവർ നടന്ന് ഹോസ്റ്റലിന്റെ അവിടേക്ക് എത്താറാവുമ്പോഴേക്കും അയ്യോ ഇനി ഹോസ്റ്റലിൽ പോകണമല്ലോ, ഇവനെ കാണാൻ പറ്റില്ലല്ലോ എന്ന വലിയ സങ്കടത്തിലാവുകയാണ് അവള്. പക്ഷെ അവിടെ എത്തുമ്പോൾ വാർഡൻ അതിന്റെ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട് അവള് വളരെ ഹാപ്പിയായി ഇതേ ആന്റി ഗേറ്റ് അടച്ചല്ലോ എന്ന് പറയുമ്പോൾ അതിന് നീ ഇത്ര സന്തോഷിക്കുന്ന എന്തിനാണെന്ന് അവൻ ചോദിക്കുന്നു. ഒന്നുമില്ലാന്ന് പെട്ടെന്ന് അവള് മുഖഭാവം മാറ്റുമ്പോൾ അവൻ അവളുടെ കവിളിൽ പിച്ചിട്ട് നീ എന്തായാലും ഓവർ തിങ്ക് ചെയ്യണ്ട, ദേ ആള് വന്ന് ഗേറ്റ് തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ അങ്ങ് പോകുമ്പോഴേക്കും തിരിഞ്ഞു നോക്കുന്നവൾ ഗേറ്റ് തുറക്കുന്ന വാർഡനെ കാണുന്നു. അവളാകട്ടെ എന്തായാലും ഇത്രയും നേരം അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ അകത്തേക്ക് പോകുന്നു. അകത്ത് വരുമ്പോഴേ അവളുടെ റൂംമേറ്റ്സ് എന്തിത്ര ലേറ്റ് ആയിട്ട് വന്നത്, ആരുടെ കൂടെ കറങ്ങാൻ പോയെന്നൊക്കെ അവളെ കമന്റ് അടിക്കുന്നുണ്ടെങ്കിലും അവൾ അത് മൈൻഡ് ചെയ്യുന്നില്ല. അവൾ നോക്കുന്നത് മുഴുവൻ ജീനാമിന്റെ വീചാറ്റ് ആണ്. അവന്റെ ഒരു ഫോട്ടോയ്ക്ക് തന്റെ റൂംമേറ്റിൽ ഒരു പെൺകുട്ടി ലൈക്ക് അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യോ ഇനി ഇവളും അവനെ വായി നോക്കുന്നുണ്ടോന്ന് മൂന്നൊരു ഡൗട്ട്. ഇപ്പൊ ഈ ലൈക്ക് ചെയ്ത മൂന്റെ റൂംമേറ്റ് ആയ മാക്സ് ആകട്ടെ അവിടുത്തെ ഒരു പോപ്പുലർ പെൺകുട്ടിയാണ്. അവള് വളരെ സ്മാർട്ടും സുന്ദരിയുമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൺകുട്ടികൾ അവളുടെ പിറകെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം ഓർക്കുമ്പോഴേ മൂന്ന് വല്ലാത്ത ടെൻഷൻ ആവുന്നു. അടുത്ത ദിവസം കോളേജിൽ നടക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടി തനിക്കൊരു പാർട്ട്ണറിനെ അന്വേഷിക്കുകയാണ് മാക്സ്. മാക്സ് ആ സമയം ആരോടോ പെട്ടെന്ന് ഫോണിൽ സംസാരിച്ച് പുറത്തേക്ക് പോകുന്നത് ശ്രദ്ധിക്കുന്ന മൂന്ന് ഇനി ഇത് ഒരു പക്ഷെ ജീനാമായിരിക്കോ അവനോടായിരിക്കോ സംസാരിച്ചത് എന്ന ഡൗട്ട് തോന്നി അവൾ ഫോളോ ചെയ്തു പോകുമ്പോൾ അവളുടെ ചിന്ത കറക്റ്റ് ആയിരുന്നു. ജീനാമും മാക്സും നിന്ന് സംസാരിക്കുന്നു. ഇത് കണ്ടുപാടെ ദേഷ്യം വരുന്ന മൂ അവരെ ഫോളോ ചെയ്യാനായി തുടങ്ങുന്നു. അങ്ങനെ അവർ ക്യാൻറ്റീനിൽ പോയി ഒന്നിച്ച് ഫുഡ് കഴിച്ച് സംസാരിച്ചു അവരുടെ അടുത്തായി മാറിയിരുന്ന് ശ്രദ്ധിക്കാനായിട്ട് മൂ ആകട്ടെ അവളുടെ ഫോൺ ഓണാക്കി അതിൽ ക്യാമറ വെച്ച് ഇവരെ വീഡിയോ പിടിച്ചോണ്ടിരിക്കുകയാണ്. അവളങ്ങനെ ഇവരൊന്നിച്ചിരുന്ന് സംസാരിക്കുന്ന കണ്ട് കാലി പിടിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മൂവിന് അറിയാവുന്ന ജീനാമിന്റെ ലാൻ എന്ന സുഹൃത്ത് എത്തുന്നത്. അവൻ നീ എന്തെടുക്ക എന്ന് ചോദിക്കുമ്പോഴാണ് അവൾ ഇവരെ വീഡിയോ പിടിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. നീ എന്തിനാ മാക്സിനെ വീഡിയോ പിടിക്കുന്നതെന്ന് ചോദിക്കുന്നവൻ അവന് മാക്സിനെ വലിയ ഇഷ്ടമാണ്, അവളെ കണ്ടപ്പോഴേ ഇഷ്ടമായി, ഇപ്പോൾ അവളുടെ പിറകെ നടപ്പാണ് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ മൂ അവളുടെ ഉള്ളിലെ കാര്യം തുറന്നു പറയുന്നു. എനിക്ക് ജീനാമിനെ ഇഷ്ടം, നിനക്ക് മാക്സിനെ ഇഷ്ടം. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരേ പ്രശ്നത്തിലാണ്, അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചു നിന്നാല് നമുക്ക് വേണ്ടത് നേടിയെടുക്കാനാവെന്ന് പറയുന്ന അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഇവരെ പിന്തുടരാനായി തുടങ്ങുന്നു. അങ്ങനെ ഇവർ ലൈബ്രറിയിൽ പോയിരുന്ന് സംസാരിക്കുന്നത് ഇവർ മറിഞ്ഞിരുന്ന് ശ്രദ്ധിക്കുകയാണ്. എന്താണ് പറയുന്നത് എന്നറിയാനായി അവർ ക്യാമറ കൊണ്ട് റെക്കോർഡ് ചെയ്യാൻ നോക്കുമ്പോൾ അത് കാണുന്ന മാക്സ് ആകട്ടെ അവിടെ ലാനിനെ കണ്ട് നീ എന്നെ ഫോളോ ചെയ്ത് ഇവിടെ വന്നോന്ന് ചോദിച്ച് അവനെ ഓടിക്കുന്നു. ആ ടീം അവിടെ മറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും അവളെ ജീനാം കാണുന്നു. നീ എന്താ ഇവിടെന്ന്, അതും ലാനിന്റെ കൂടെ എന്ന് ജീനാം ചോദിക്കുമ്പോൾ അത് പിന്നെ നീ എന്താ എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഇവിടെയെന്ന് അവള് തിരിച്ചു ചോദിക്കുന്നു. അത് ഞങ്ങൾ ഒന്നിച്ച് കോളേജിൽ നടക്കാൻ പോകുന്ന ആ പ്രോഗ്രാമിന് കോമ്പയർ ചെയ്യുന്ന കാര്യത്തെ പറ്റി സംസാരിക്കായിരുന്നു എന്ന് അവൻ പറയുന്ന ടീം ഞാനേ ഇവിടെ ബുക്ക് വായിക്കാൻ വന്നതാണെന്ന് അവളും പറയുന്നു. പക്ഷെ അത് പച്ചക്കള്ളമാണ്, ഇവള് തന്നെ ഫോളോ ചെയ്ത് വന്നത് തന്നെയാണെന്ന് അവന് മനസ്സിലാവുന്നു. നീങ്ങ് വന്നേന്ന് പറഞ്ഞ് അവൻ അവളെ വിളിച്ചുകൊണ്ട് പോകുമ്പോ ഇവൻ തന്നെ പണിഷ് ചെയ്യാനായിരിക്കും കൊണ്ടുപോകുന്നത്, ഫോളോ ചെയ്തതിന് അവന് ദേഷ്യം കാണുമെന്ന് അവള് കരുതുന്നുണ്ടെങ്കിലും അവൻ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കോളേജിനടുത്തുള്ള ഒരു പെറ്റ് ഷോപ്പിലേക്കാണ്. ഇതേ പെറ്റ് ഷോപ്പിലെ പൂച്ചയാണ് അന്ന് അവർ കണ്ടത്. അങ്ങനെ ഇവൾക്ക് പൂച്ചകളെ ഇഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ട് അവിടെ കുറച്ചു നേരം ഇവർ സ്പെൻഡ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇവരെ അറിയാവുന്ന ചില കോളേജ് കുട്ടികൾ ഇവരെ നോക്കുന്നു. ഈ ടീം ജീനാം കോളേജിൽ വളരെ പോപ്പുലർ ആയ പയ്യനാണല്ലോ, അവന്റെ കൂടെ ഒരു സാധാരണ പെൺകുട്ടിയായ താൻ നിൽക്കുന്നത് മറ്റുള്ളവന്മാർക്ക് ഇഷ്ടപ്പെടില്ല എന്നറിയാവുന്ന മൂ തിരിഞ്ഞു നോക്കണ്ടെന്ന് അവനോട് പറയുമ്പോൾ ഇനി ഞാൻ കാരണം നിനക്ക് ഗോസിപ്പ് വരും എന്നുള്ള പേടിയാണോ, ഞാൻ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിന്നോളാന്നൊക്കെ അവനും പറയുന്നു. അങ്ങനെ തിരിച്ചു പോകുന്ന സമയം മുന്നേ പറഞ്ഞ കാര്യം കൊണ്ട് തന്നെ അവൻ അവളെ വലിയ മൈൻഡ് ആക്കാതെയാണ് നടക്കുന്നതെങ്കിലും അവൾ അവനോട് ഡാൻസിങ് പാർട്ട്ണറിനെ കിട്ടിയോ, ആ പ്രോഗ്രാമിന് ഡാൻസ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഡാൻസിനോട് വലിയ താല്പര്യമില്ലാന്ന് അവൻ പറയുന്നു. അത് കേട്ട് അവളുടെ മുഖം വാടുമ്പോൾ നിനക്ക് പാർട്ട്ണറിനെ കിട്ടിയോന്ന് അവൻ ചോദിക്കുന്നു. ഇല്ല എന്ന് പറയുന്ന അവളുടെ ഉള്ളിൽ ഇവൻ തന്റെ പാർട്ട്ണർ ആയിരുന്നെങ്കിൽ എന്ന് വലിയ ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിലും അവൾ അത് ചോദിക്കുന്നില്ല. പക്ഷെ ഇവളുടെ മനസ്സ് വായിച്ചതുപോലെ അവൻ നിന്റെ പാർട്ട്ണർ
വിന്നർ ഞാനാകാന്ന് പറയുന്നു. അത് കേട്ട് അവള് വളരെ ഹാപ്പി ആവുന്നു. അങ്ങനെ പിന്നീട് ഡാൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു. വെയിറ്റ് ഒക്കെ കുറയ്ക്കാനായി അവൾ വർക്കൗട്ട് ചെയ്യുകയും ഡയറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. കൂടാതെ ഇവന്റെ കൂടെ ഡാൻസ് ചെയ്ത് അവനോടുള്ള ഇഷ്ടം തുറന്നു പറയുന്നത് പോലെയൊക്കെ തന്റെ റൂമിൽ ഒരു ടെഡി ബിയറിന്റെ കൂടെ നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പ്രോഗ്രാമിന്റെ ദിവസം വന്നെത്തുമ്പോൾ അന്ന് തന്നെയാണ് ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്തവര് അത് തിരിച്ചു കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ക്രെഡിറ്റ് പോയിന്റുകൾ നഷ്ടമാവും. ഇതുകൊണ്ട് തന്നെ അവൾ ലൈബ്രറിയിലേക്കുള്ള ബുക്കുകൾ കെട്ടിപ്പറക്കി പോകുന്നു. ഈ ടീം കറക്റ്റ് സമയത്ത് വന്നേക്കണമെന്ന് അവൻ മെസ്സേജ് അയക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ വേറെ ആരുടെയും കൂടെ ഡാൻസ് കളിക്കുമെന്ന് അവൻ മെസ്സേജ് അയച്ചത് കണ്ടിട്ടും അവൾ പെട്ടെന്ന് തന്നെ ബുക്ക് റിട്ടേൺ ചെയ്തിട്ട് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള കണക്കൂട്ടലിൽ പോകുന്നുണ്ടെങ്കിലും ഒരു ബുക്ക് മിസ്സിംഗ് ആണ്. അവൾ സാറിനോട് സാർ പിന്നെ കൊണ്ടു തന്നാൽ മതിയോ, കണ്ടില്ല നോക്കിയിട്ട്, ഇനി അത് കണ്ടില്ലെങ്കിൽ ഞാൻ പുതിയത് വാങ്ങി തരാന്നൊക്കെ പറയുമ്പോൾ ഇത് കോളേജിൽ റിപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ, പോയിന്റ് നഷ്ടപ്പെടും, അതുകൊണ്ട് പോയി തപ്പിട്ട് വരാനായി സാർ പറയുന്നു. അങ്ങനെ തല പുകഞ്ഞ് ആലോചിക്കുന്നവൾ അന്ന് സ്റ്റാർസിനെ കാണാനായി കയ്യിൽ കോഫിയും പിന്നെ ബുക്കും പിടിച്ചോണ്ട് ജീനാമിന്റെ കൂടെ പോയില്ലേ. അപ്പോ അവിടെ വെച്ച് ഒരു ബുക്ക് നഷ്ടമായതായി ഇപ്പൊ തോന്നുന്നുണ്ട്. അവൾ അങ്ങോട്ടേക്ക് വേഗം പോകുന്നു. ഇതേ ടീം ജീനാമാകട്ടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് പ്രോഗ്രാം തുടങ്ങാറാവുമ്പോ ഇതെന്താ മൂ വരാത്തതെന്ന് ആലോചിച്ച് നിൽക്കാണ്. കാരണം ഈ ഒരു പ്രോഗ്രാമിന് അവൻ ഹോസ്റ്റും ചെയ്യുന്നുണ്ട്, കൂടാതെ അവന്റെ ഡാൻസിങ് പാർട്ട്ണർ മൂവുമാണ്. അവിടെ വെച്ച് മാക്സ് ജീനാമിനെ കുടിക്കാനൊക്കെ ജ്യൂസൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ അവൻ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് വളരെ ടെൻഷൻ അടിച്ച് നിൽക്കാണ്. പ്രോഗ്രാം തുടങ്ങാൻ ഇനിയും കുറച്ച് സമയമുണ്ടല്ലോ, വേഗം പോയി ബുക്ക് എടുത്തിട്ട് വരാന്നുള്ള കണക്ക് കൂട്ടലില് ആ സ്ഥലത്തേക്ക് മൂവ് പോകുന്നു. അത് കോളേജിന് അടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ്. അവിടെ എത്തി ബുക്ക് എടുക്കുമ്പോഴേക്കും അവിടെ ഇവള് നിൽക്കുന്നത് കാണാതെ അവിടുത്തെ സെക്യൂരിറ്റി ഡോർ അങ്ങ് ലോക്ക് ചെയ്യുന്നു. ഇവളാകട്ടെ ബുക്ക് എടുത്തിട്ട് വരുമ്പോ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അവൾ അവിടെ കിടന്ന് തട്ടി വിളിക്കുന്നുണ്ട്, ഹലോ ആരെങ്കിലും ഉണ്ടോ, ഒന്ന് ഡോർ തുറന്ന് സഹായിക്കുവോ എന്നൊക്കെ അവൾ ഉറക്കെ പറയുന്നത് ആരും തന്നെ കേൾക്കുന്നില്ല. അവൾ ജീനാമിന് വിളിക്കുന്നുണ്ട്, പക്ഷെ അവൻ ആ ടീം കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ പിന്നീട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ വെൽക്കം സ്പീച്ച് ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇവൾ എന്ത് ഈ വരാത്തെന്ന് ആലോചിച്ചവൻ ഫോൺ എടുക്കുന്ന ടീമാണ് അവളുടെ മിസ്ഡ് കോളുകൾ കാണുന്നത്. ഒപ്പം ഇതുപോലെ റൂഫ് ടോപ്പിൽ കുടുങ്ങിപ്പോയെന്ന് അവളുടെ മെസ്സേജും കാണുന്നു. അവൻ വേഗം തന്നെ മാക്സിനെ തന്നെ ഹോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. ഇതേ ടീം നേരം ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്രം എന്തിങ്ങനെ, ഞാൻ ഒട്ടും ലക്കി അല്ലല്ലോ എന്നെല്ലാം പിറുപിറുത്തുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു മൂ. ആ ടീമാണ് അവിടേക്ക് ഡോറ് തുറന്ന് ജീനാമിന്റെ എൻട്രി. അവനെ കണ്ടപാടെ എല്ലാത്തിനും കാരണം ഈ ബുക്ക് എടുക്കാൻ വന്നിട്ട് ഞാൻ ഡാൻസും മിസ്സാക്കി, ഒടുക്കും ഈ ബുക്കും റിട്ടേൺ ചെയ്യാൻ കഴിഞ്ഞില്ല, എന്റെ പോയിന്റും പോയെന്നില്ല അവള് പറയുമ്പോ സാരമില്ല എന്ന് പറഞ്ഞ് അവനൊരു പാട്ട് അവിടെ പ്ലേ ചെയ്ത് വാ നമുക്ക് ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ് അവളെ വിളിക്കുന്നു. അവള് പെട്ടെന്ന് ഇതെന്താണെന്ന് മനസ്സിലാവാൻ നിൽക്കുമ്പോ നീ ഡാൻസ് മിസ്സാക്കിന്ന് സങ്കടപ്പെടല്ലേ, വാ നമുക്ക് ഇവിടെ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഒന്നിച്ച് ഡാൻസ് കളിക്കുമ്പോൾ അവൾ വളരെ ഹാപ്പി ആവുന്നു. തന്നെ ഹാപ്പി ആക്കാനായിട്ടാണ് ഇവൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്ന അവൾ അവന്റെ കൂടെ ഉള്ള ടീം അവൾ വളരെ സ്പെഷ്യലായി ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അവനും എനിക്കും അതുപോലെ ഉണ്ടെന്ന് പറയുന്നു. നീ വളരെ നല്ലൊരു പെൺകുട്ടിയാ, നിന്റെ ചുറ്റുമുള്ളവരെ നീ എപ്പോഴും ഹാപ്പിയും പ്ലസന്റും ആക്കുന്നുണ്ടെന്ന് പറയുന്നവൻ നിന്റെ ഫ്രണ്ട് ആകാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമെന്ന് പറയുമ്പോൾ ആ ഫ്രണ്ട് എന്ന വാക്ക് കേൾക്കുമ്പോഴേ അവൾ അപ്സെറ്റ് ആവുന്നു. അവൾ അതല്ലല്ലോ പ്രതീക്ഷിക്കുന്നത്. പെട്ടെന്ന് അവളുടെ മുഖം പാടുന്നത് ശ്രദ്ധിക്കുന്നവൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നുമില്ല എന്ന് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം ഒരു ഓപ്പൺ കോഴ്സ് ഉണ്ട്. അതില് ക്ലാസ്സിലിരിക്കുന്ന ടീം വളരെ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയാണ്. അതേ കോഴ്സ് പഠിക്കാനായിട്ട് അവളുടെ ക്ലാസ്സിലേക്ക് അവളുടെ തൊട്ടടുത്തേക്ക് ജീനാം വന്നിരിക്കുന്നു. അവൻ ഇവിടെ കാണുമ്പോൾ അവൾ ഹാപ്പി ആവുന്നുണ്ട്. ടീച്ചറാകട്ടെ അവർക്ക് ഒന്നിച്ച് ചെയ്യാനായി ഒരു പ്രോജക്റ്റ് കൊടുക്കുന്നു. ഗ്രൂപ്പായിട്ടാണ് ചെയ്യേണ്ടത്, 2 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. ഇവനോട് തന്റെ ഗ്രൂപ്പ് ആകാൻ ചോദിക്കാൻ അവൾക്ക് മടിയുണ്ടെങ്കിലും അവൻ ഇങ്ങോട്ടേക്ക് അത് ചോദിക്കുമ്പോൾ അവൾ സമ്മതിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം ആ ഒരു ഗ്രൂപ്പ് പ്രോജക്റ്റ് ചെയ്യാനായി ഫോട്ടോസ് ഒക്കെ എടുക്കാനായി പുറത്തു പോകണം. അതിന് പോകുന്ന ടീം ഇവള് വലിയൊരു ഭാണ്ഡക്കെട്ടും ചുവന്നുകൊണ്ട് അവൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇവൻ എന്നെ ഫ്രണ്ടെന്നല്ല പറഞ്ഞത്, സാരമില്ല, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പ്രണയത്തിലേക്ക് വഴിമാറാൻ അധികം സമയമൊന്നുമില്ല, ഫ്രണ്ട്സ് ആയിരിക്കുന്നവർക്കായിരിക്കും നല്ല കപ്പിളാവാൻ പറ്റുമെന്നെല്ലാം അവളെ സ്വയം ആശ്വസിപ്പിച്ച് അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇത് എന്തോന്ന് ഇത് ഭാണ്ഡക്കെട്ടെന്ന് അവൻ പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് അവൾ പറയുന്നു. ആ ടീം ശരി അതിങ്ങ് താന്ന് പറഞ്ഞ് അവൻ അത് ചുമക്കാണ്. ഇവളാകട്ടെ കയ്യിലെ ക്യാമറ കൊണ്ട് പ്രോജക്റ്റിന് ആവശ്യം വരുമെന്ന് പറഞ്ഞ് ഫോട്ടോസ് എടുത്തുകൊണ്ട് നടക്കുന്നു. കൂട്ടത്തിൽ ഇവന്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ചിലത് കാൻഡിഡ് ആണെങ്കിൽ ചിലതാകട്ടെ അവൻ പോസ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അവിടെ അവന് വേണ്ടി അവൾ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇത് വേണ്ടെങ്കിൽ വേറെ തരാന്ന് അവള് പറയുമ്പോ അപ്പൊ ഇതൊക്കെ കാരണമല്ലേ ബാഗിന് ഒടുക്കത്തെ ഭാരം, ഇനി അതിൽ എന്തൊക്കെയുണ്ടെന്ന് അവൻ ചോദിക്കുമ്പോൾ അതൊക്കെ സർപ്രൈസ് സമയമാകുമ്പോൾ തരാന്ന് പറയുന്ന അവൾ പിന്നീട് കുറെ കഴിഞ്ഞ് ലഞ്ച് കഴിക്കാൻ ടൈം ആക്കുമ്പോൾ നല്ലൊരു പുൽമേടെത്തുന്ന ടീം നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് അവൻ അവൾ കൊണ്ടുവന്ന ഫുഡ് കൊടുക്കുന്നു. ആ സമയം മഴ പെയ്യാനായി തുടങ്ങുന്നു. അങ്ങനെ അല്പം മഴ നനഞ്ഞ ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുമ്പോൾ നനഞ്ഞിരിക്കുന്ന അവൾക്ക് തന്റെ കോട്ടൂരി അവൻ ഇട്ട് കൊടുക്കുന്നു. കൂടാതെ അവളുടെ ചുണ്ടിൽ പറ്റിയിരുന്ന ബിസ്ക്കറ്റ് ഒക്കെ അവൻ തട്ടിക്കളയാണ്. അത് കാണുന്ന അവളാകട്ടെ മഴ എനിക്ക് ഇത്രയും നാള് വലിയ ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു, പക്ഷെ ഇപ്പോ ഇതിനോടൊരു വല്ലാത്ത ഇഷ്ടം തോന്നുന്നു. സത്യത്തിൽ മഴയല്ല, മഴ നനയുന്ന ടീം നമ്മുടെ കൂടെയുള്ള ആളാണ് നമ്മളെ ഹാപ്പി ആക്കുന്നത് എന്ന് അവൾ ആലോചിക്കുന്നു. ഈ മഴ ഇപ്പോഴെങ്ങും തീരുമെന്ന് തോന്നുന്നില്ല എന്ന് അവൻ പെറുപെറുക്കുമ്പോൾ ഇത് തീരെ വേണ്ടാന്ന് അവൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് മഴ നനയാനായി കൈ നീട്ടുന്ന അതേ സമയത്ത് മഴയും നിൽക്കുന്നു. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്ന അവസ്ഥയിൽ അവൾ നിൽക്കുമ്പോൾ വാ നമുക്ക് തിരിച്ചു പോകാന്ന് അവനും പറയുന്നു. അങ്ങനെ പിന്നീട് ഇപ്പോൾ
എടുത്ത ഫോട്ടോസിന്റെയും വീഡിയോസിന്റെ ഒക്കെ എഡിറ്റിംഗ് ജോലി നീ ചെയ്യത്തില്ലേന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ ചെയ്യാന്ന് പറയുന്നുണ്ടെങ്കിലും അവൾക്ക് അതൊന്നും അറിയാത്തത് കൊണ്ട് ഒരു സീനിയറിനോട് സഹായം ചോദിക്കുന്നു. എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ സഹായിക്കാമെന്ന് പറയുന്ന സീനിയർ അവരുടെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായി തനിക്ക് ലവേഴ്സായി അഭിനയിക്കുന്ന രണ്ടുപേരെ വേണമെന്ന് പറയുമ്പോൾ അവൾ അവളെയും ജീനാമിനെയും സജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവന്റെ കൂടെ ഈ സീനിയറിന്റെ പ്രോജക്റ്റിന്റെ വേണ്ടി ക്യാമറയുടെ മുന്നിൽ ലവേഴ്സായി രണ്ടുപേരും അഭിനയിക്കുന്നു. ആ ടീം അവൾ അഭിനയിക്കുകയല്ല ജീവിക്കുകയാണെന്ന് തന്നെ പറയാം. അങ്ങനെ അതിന്റെ ഷൂട്ടിങ്ങിന് ഇവർ ഒന്നിച്ച് പിയാനോ വായിക്കുന്നത് പോലെയുള്ള ഒരു രംഗം ഷൂട്ട് ചെയ്യുന്ന സമയം അങ്ങോട്ടേക്ക് എത്തുന്ന മാക്സ് ജീനാവിന്റെ കൂടെ ഉള്ളത് ഇഷ്ടപ്പെടാതെ അവളോട് മാറാനായി ആവശ്യപ്പെടുന്നു. അവൾ മാറാൻ മടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് മറുത്ത് പറയാൻ കഴിയാതെ അവിടെ നിന്നും മാറുമ്പോ ജീനാമും എഴുന്നേൽക്കാനായി നോക്കുന്നുണ്ട്. പക്ഷെ മാക്സ് അവനെ വിടുന്നില്ല. കൂടാതെ ഇവരെ ഒന്നിച്ചു കണ്ട് ഇഷ്ടാവുന്ന സീനിയറും നിങ്ങൾ തമ്മിൽ പെയറാവ് നന്നായിരിക്കും എന്നൊക്കെ പറയുമ്പോ അയ്യോ അതെന്താ നമ്മൾ ഒരുപാട് സീൻ ഷൂട്ട് ചെയ്തതല്ലേ ഇപ്പൊ എന്നെ മാറ്റാണോന്ന് ഇത് കേട്ട് മൂ പോയി ചോദിക്കുന്നു. ആ സമയം നിന്നേക്കാളും ജീനാമിനെ ചേരുന്നത് മാക്സ് ആണ്, അതുകൊണ്ട് അവള് ലീഡിംഗ് റോളിൽ നിൽക്കട്ടെ എന്ന് സീനിയർ പറയുന്നു. പക്ഷെ ജീനാം അതിന് സമ്മതിക്കുന്നില്ല. അവൻ ഇതിൽ നിന്ന് അഭിനയിക്കാതെ ഒഴിഞ്ഞു മാറാനായി നോക്കുമ്പോ അത് മനസ്സിലാക്കുന്ന സീനിയർ എങ്കിൽ മൂവിനെ തന്നെ ലീഡിംഗ് റോളിൽ ഇടാമെന്ന് പറഞ്ഞ് മാക്സിനോട് സോറി പറയുന്നു. കാരണം ജീനാമിനെ മാറ്റിയാല് അവനെ പോലെ നല്ലൊരു ഹീറോയെ കിട്ടില്ല. അങ്ങനെ വീണ്ടും ഇവർ ഒന്നിച്ച് ഇതിൽ പേരാവുന്നു. ഈ സമയം വീണ്ടും ഒന്നിച്ച് ആക്ട് ചെയ്യുന്നതിന്റെ ഇടയിലെല്ലാം പൊതുവെ മൂവാണ് ജീനാമിനോട് ഇഷ്ടമുള്ളതുപോലെയൊക്കെ പരിസരം മറന്നു നിൽക്കുന്നതെങ്കിൽ ഇപ്പോൾ ജീനാം അങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് അവൾക്കൊരു ഫോൺ കോൾ വരുന്നു. വിളിച്ചിരിക്കുന്നത് ലാനാണ്. മാക്സിനെ വളച്ചെടുക്കാനായി താൻ ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. മാക്സിനെയും കൂട്ടി മൂ തന്റെ കൂടെ വരണമെന്ന് ലാൻ ആവശ്യപ്പെടുമ്പോ അവളൊന്നും മടിക്കുന്നുണ്ട്. നീ വാന്നേ, ജീനാമും ട്രിപ്പിന് വരുന്നുണ്ടെന്ന് ലാൻ പറയുമ്പോ അവൻ എന്തിനാ വരുന്നത്? ഇനി ഒരു പക്ഷെ മാക്സ് ഉള്ളതുകൊണ്ട് അവളെ കാണാനായിട്ടായിരിക്കുമെന്ന് മൂന്ന് വലിയ ടെൻഷൻ. അങ്ങനെ ഇവർ ആ ട്രിപ്പ് പോകുന്നു. യഥാർത്ഥത്തിൽ മാക്സിനെ ഇവിടേക്ക് കൊണ്ടുവരാനാണ് മൂവിനെയും ലാൻ വിളിച്ചത്. എന്തായാലും ഇവിടെ വെച്ച് മാക്സിനെ അസൂയ പിടിപ്പിക്കാനായി ലാൻ മൂവുമായി വളരെ ക്ലോസ് ആണെന്ന രീതിയിൽ പല ആക്ട് നടത്തുന്നുണ്ടെങ്കിലും അതുകൊണ്ട് അസൂയ പിടിക്കുന്ന മുഴുവൻ ജീനാമാണ്. ഒടുക്കം അവൻ അസൂയ സഹിക്കാൻ വയ്യാതെ മാക്സിനോട് സംസാരിച്ചിരിക്കുന്നത് കണ്ട് മൂവിന് അസൂയ വരുന്നു. അങ്ങനെ അധികം നേരം ഇവിടെ ഇരുന്ന് അസൂയ പിടിക്കാൻ വയ്യാതെ ജീനാമാകട്ടെ നമുക്ക് എന്നാ പോകാന്ന് പറയുമ്പോ ഇല്ല നമുക്കൊരു ഗെയിമും കൂടി കളിക്കാന്ന് പറഞ്ഞ് ലാൻ ഒരു കാര്യം പറയുന്നു. ഓരോരുത്തർ ഓരോ കാര്യം പറയണം. അവരവരുടെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ മതി. അതേപോലെ മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ കൈവിരൽ മടക്കണം. അതാണ് ഗെയിം എന്ന് പറഞ്ഞ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഓരോരുത്തർ ഓരോന്ന് പറയുന്നു. അത് മറ്റുള്ള ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ഓരോ കൈവിരൽ മടക്കി മടക്കി വരികയാണ്. ഈ സമയം ജീനാം എനിക്ക് ഇഷ്ടമുള്ള ആൾ ഈ കൂട്ടത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന മറ്റു 3 പേരും പരസ്പരം നോക്കുന്നു. അത് ആരായിരിക്കുമെന്ന ആകാംക്ഷയിൽ. അന്ന് ആ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് തന്റെ റൂമിലെത്തിയിട്ടും മൂവിന്റെ ചിന്ത മുഴുവൻ ആരായിരിക്കും. 2 പെൺകുട്ടികളാണ് അപ്പോൾ ഉണ്ടായിരുന്നത്, താനും മാക്സും. ഇതിൽ ആരെയായിരിക്കും അവൻ ഇഷ്ടപ്പെടുന്നതെന്ന് ആകെ കൺഫ്യൂഷൻ ആകുന്ന അവൾ അടുത്ത ദിവസം അവനെ കണ്ട് നേരിട്ട് ചോദിക്കാനായി പോകുന്നു. പതിവിലും സ്വല്പം മേക്കപ്പ് ഒക്കെ കൂടുതൽ ഇട്ട് പോകുന്ന അവൾ അവന്റെ അടുത്തേക്ക് വന്നിരിക്കുമ്പോ അവൻ മൈൻഡ് ചെയ്യുന്നേയില്ല. വലിയ ജാട തന്നെ ഇട്ടിരിക്കുകയാണ്. ഈ സമയം അവിടെ മാറിയിരിക്കുന്ന ലാൻ അവളെ അടുത്തേക്ക് വിളിക്കുമ്പോൾ അവൾ അവന്റെ അടുത്തേക്ക് സംസാരിക്കാനായി പോകുന്നു. അത് കാണുന്ന ജീനാമിന് അതും ഇഷ്ടപ്പെടുന്നില്ല. ലാൻ ആകട്ടെ എന്നാലും ആരെയായിരിക്കും ജീനാമിന് ഇഷ്ടം? എങ്ങാനും മാക്സിനെ ആണെങ്കിൽ എന്റെ ദൈവമേ എനിക്ക് ഒരു ചാൻസ് പോലും കിട്ടില്ലല്ലോ എന്ന് അവൻ സങ്കടപ്പെടുമ്പോ അത് കേൾക്കുന്ന മോന്റെ നെഞ്ചില് ഇടുത്തി വെട്ടുന്നു. എന്തായാലും ആരെയാണ് ഇഷ്ടം, നിങ്ങളിൽ ആരെയാണ് അവൻ പ്രണയിക്കുന്നത് എന്നറിയാനായി നമുക്കൊരു ടെസ്റ്റ് നടത്താം. അതിന് നിന്റെ സഹായം വേണം. നീ അവന്റെ അടുത്ത് ചെന്ന് ഫുഡ് കഴിക്കാനും ഒന്നിച്ച് പഠിക്കാനും ഒക്കെ വിളിക്കുക. അവൻ വരുവാണെങ്കിൽ നിന്നെ ഇഷ്ടമെന്ന് ഉറപ്പിക്കാന്നും പറയുന്ന ലാൻ മോനെ തള്ളി ജീനാമിന്റെ അടുത്തേക്ക് വിടുന്നു. അവൾ അവിടെ ചെന്ന് എന്നാ നമുക്ക് ഒന്നിച്ച് ഫുഡ് കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞ് അവൻ അവോയ്ഡ് ചെയ്യുന്നു. അവൻ എഴുന്നേൽക്കുമ്പോൾ എങ്ങോട്ടേക്കാണെന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാൻ ലൈബ്രറിയിലേക്ക് പഠിക്കാൻ പോവുകയാണെന്ന് അവൻ പറയുന്നു. ഞാനും വരാന്ന് അവൾ പറയുമ്പോൾ വേണ്ട, നിന്റെ മേക്കപ്പ് കണ്ടാലേ പഠിക്കാൻ വന്നതാണെന്ന് തോന്നത്തില്ല എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് പോകുമ്പോൾ അവൾക്കത് ഫീൽ ആകുന്നുണ്ടെങ്കിലും അവളും അവന്റെ പിറകെ പോകുന്നു. ഇവരവിടെ എങ്ങനെ ഇരിക്കുന്നത് മാറി നിന്ന് ലാൻ നോക്കുന്നുണ്ട്. അവൾ അപ്പോൾ വീണ്ടും അവനെ ഫുഡ് കഴിക്കാനായി വിളിക്കുന്നു. വേണ്ടെന്ന് അവൻ പറയുമ്പോൾ എത്ര നേരമായിട്ടിരുന്ന് പഠിക്കുക, വിശപ്പില്ലെന്നെല്ലാം അവൾ ചോദിക്കുമ്പോൾ ഒന്ന് ശല്യപ്പെടുത്താതിരിക്കുമോന്ന് അവൻ ദേഷ്യപ്പെടുന്ന സമയത്താണ് അവിടേക്ക് മാക്സ് വരുന്നത്. അവൾ ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡാ, സമയം എടുക്കുക എക്സ്പ്ലെയിൻ ചെയ്യാനെന്ന് ജീനാം പറയുമ്പോ എങ്കിൽ നമുക്ക് ഒന്നിച്ച് പോയി ഫുഡ് കഴിച്ചാലോ, എന്നിട്ട് ബ്രേക്ക് ടീമിൽ പറഞ്ഞു തന്നാൽ മതിയെന്ന് അവൾ പറയുമ്പോൾ അവൻ ഓക്കെ പറയുന്നു. ഇത് അടുത്തിരുന്ന് കേൾക്കുന്ന മൂവിന് വല്ലാത്ത ഫീൽ ആവുന്നു. കാരണം അവൾ ഫുഡ് കഴിക്കാനായി വിളിച്ചപ്പോ ഒരു തവണയല്ല ഒന്നിൽ കൂടുതൽ തവണ ഇവൻ അവളെ അവോയ്ഡ് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ വല്ലാത്ത സങ്കടത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് കാണുന്ന ജീനാം അവളെ തിരിച്ചു വിളിക്കുന്നുണ്ടെങ്കിലും അവൾ അത് മൈൻഡ് ആക്കാതെ പോകുന്നു. അവൾ വരുന്നത് കണ്ട് ലാൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൻ എന്നെ അല്ല ഇഷ്ടം എന്ന് സങ്കടത്തിൽ പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അത് വകവെക്കാതെ അവൾ മഴയത്ത് നിന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന ടീം അവളുടെ അടുത്തേക്ക് എത്തുന്ന ജീനാം കുട കൊടുത്ത് അവന്റെ ജാക്കറ്റ് കൊണ്ട് അവളെ പുതപ്പിച്ചിട്ട് പനി പിടിക്കാതിരിക്കാൻ വേഗം ഹോസ്റ്റലിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാന്ന് പറയുന്നു.
പെട്ടെന്ന് അവൾ ഇത് മനസ്സിലാവാതെ അവനെ നോക്കുമ്പോ ഫുഡ് മാത്രമല്ല നമുക്ക് ഒന്നിച്ചിരുന്നു പഠിക്കുകയും ചെയ്യാന്ന് അവൻ പറയാണ്. അവൻ വളരെ ഹാപ്പിയായി അത് പറയുമ്പോ ഇവൾക്കും അത് കേട്ട് സന്തോഷാവുന്നുണ്ട്. അവൾ വേഗം തന്നെ ഹോസ്റ്റൽ റൂമിലേക്ക് ചെന്ന് അവന്റെ ജാക്കറ്റ് അവിടെ തൂക്കിയിട്ട ശേഷം എന്നാലും അവൻ എന്തായിരിക്കും ഉദ്ദേശിച്ചത്? ഇതൊരു കാഷ്വൽ ആയ ലഞ്ചും കമ്പൈൻ സ്റ്റഡിയും ആയിരിക്കോ, അതോ അവൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതാണോ എന്ന് അവൾക്ക് ആകെ കൺഫ്യൂഷൻ. ആ സമയം അവിടേക്ക് എത്തുന്ന മാക്സ് ഞാൻ അടുത്ത ദിവസം തന്നെ ജീനാമിനോട് എന്റെ ഇഷ്ടം തുറന്നു പറയുമെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോ മൂവിന്റെ മുഖം വാടുന്ന സമയത്താണ് നമ്മൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. യഥാർത്ഥത്തിൽ മൂ ലൈബ്രറിയിൽ നിന്ന് പോയി കഴിഞ്ഞ മാക്സ് ജീനാമിനോട് നീ കഴിഞ്ഞ ദിവസം ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, അതില് ആരെ ഇഷ്ടം, എന്നെയാണോ മോനെയാണോ എന്ന് ചോദിക്കുമ്പോ അവൻ മറുപടി പറയുന്നില്ല. എന്തായാലും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന അവൾ ഒരുപക്ഷെ നിനക്ക് മൂവിനെയാണ് ഇഷ്ടമെങ്കിൽ അവൾക്കും ഇതേ ഇഷ്ടം നിന്നോടുണ്ടെങ്കിൽ ഞാനിപ്പോ തുറന്നു പറഞ്ഞതുപോലെ അവൾക്കത് തുറന്നു പറയാൻ ധൈര്യമുണ്ടാവില്ല. അവളിപ്പോ സങ്കടപ്പെട്ട് മഴ നനയായിരിക്കും എന്ന് പറഞ്ഞ് മാക്സ് അവളുടെ കയ്യിലുള്ള കുട ജീനാമിന് കൊടുക്കുമ്പോഴാണ് അവൻ ആ കുടയുമായി മൂവിന്റെ അടുത്തേക്ക് വരുന്നത്. എന്തായാലും മാക്സ് ഇങ്ങനെ അടുത്ത ദിവസം ജീനാമിനെ പ്രപ്പോസ് ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോതേ അവരങ്ങനെ തമ്മിൽ കാണാതിരിക്കാനായി ജീനാമിനെ വന്ന് കാണുകയാണ് മൂ. ഒരുപക്ഷെ ഇതൊക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നത് ജീനാമിനെയും മൂവിനെയും ഒന്നിക്കാനായി മാക്സ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞതായിരിക്കുമെന്നാണ്. അല്ലെങ്കിൽ അവൾക്ക് കൊടയൊക്കെ കൊടുത്ത് മൂവിന്റെ പിറകെ ജീനാമിനെ പറഞ്ഞു വിടേണ്ട കാര്യമില്ലല്ലോ അല്ലെ. അങ്ങനെ അന്ന് മുഴുവൻ മാക്സിന്റെ മുന്നിൽ ജീനാം ചെല്ലാതിരിക്കാനായി ജീനാമിനെ കോളേജിന്റെ അവിടെ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് പുറത്തേക്ക് ഔട്ടിങ്ങിന് കൊണ്ടുപോവുകയാണ് മൂ. അവൾ വളരെ പണിപ്പെട്ടാണ് അവനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒടുക്കം തിരിച്ചു വരുന്ന ടീം എന്തായാലും രാത്രിയായി, ഇനിയിപ്പോ നേരെ ഹോസ്റ്റലിലേക്കാ, ഇനി മാക്സിനെ കാണാൻ ചാൻസ് ഇല്ലെന്ന് മൂ കരുതുന്ന സമയം മാക്സ് അവിടെ വെളിയിൽ ഇവരെ കാണുന്നു. പെട്ടെന്ന് ഇവളുടെ മുഖം വാടുമ്പോ മാക്സ് ജീനാമിനെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. ജീനാമിന് തന്നെയല്ല മൂവിനെയാണ് ഇഷ്ടമെന്ന് മാക്സിന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും അവൾക്ക് ജീനാമിനോട് ഒരു ഇഷ്ടമുണ്ട്. അവളത് അവനോട് പറയുക തന്നെ ചെയ്യുന്നു. എന്തായാലും നിങ്ങൾ റിലേഷനിലാവാത്തത് കൊണ്ട് എനിക്കൊരു ചാൻസ് കാണുമല്ലേ എന്നൊക്കെ അവള് പറയുമ്പോ അതിനൊന്നും സ്കോപ്പ് ഇല്ലെന്ന രീതിയിൽ അവനും മറുപടി പറയുന്നു. കാരണം അവനും ഇനി എന്തായാലും മൂവിനെ തന്നെയാണ് ഇഷ്ടം, അതിലൊരു മാറ്റം ഇല്ല എന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സംസാരിച്ച രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ ഇവരെന്താ സംസാരിക്കുന്ന, അവൾ അവനെ പ്രൊപ്പോസ് ചെയ്യാണോ എന്ന് മൂന്ന് വല്ലാത്ത പേടി. ഈ ടീം രണ്ടുപേരും സംസാരിക്കുന്നതിന്റെ ഇടയിൽ നിനക്ക് അവൾ ഇഷ്ടമാണെന്ന് അവൾക്ക് അറിയാവോന്ന് മൂവിനെ പറ്റി മാക്സ് ചോദിക്കുമ്പോ മൂവിനെ മാക്സും ജീനാമും ഒരേ ടീം നോക്കുന്നു. രണ്ടുപേരും തന്നെ ഇങ്ങനെ ഒന്നിച്ച് നോക്കുന്നത് കണ്ട് എന്തോ ഒന്ന് പാനിക് ആവുന്ന മൂ പെട്ടെന്ന് അവിടെ നിന്ന് മാറാൻ നോക്കുമ്പോ അവൾ അവിടെ വീഴുന്നു. ഇത് കണ്ട് അവളെ എടുത്തുകൊണ്ട് മുറിവ് ഡ്രസ് ചെയ്യിക്കാനായി കൊണ്ടുപോകുന്ന ജീനാമിനോട് എന്താ മാക്സ് പറഞ്ഞതെന്ന് അവൾ ചോദിക്കുമ്പോ നീ എന്തിനാ ഇപ്പൊ അതൊക്കെ അന്വേഷിക്കുന്നത്, കാല് മുറിവ് പറ്റിയിരിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നു അവൻ പറയുന്നു. അങ്ങനെ ഇതൊക്കെ കാരണം വളരെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ഹോസ്റ്റലിലോട്ട് ലേറ്റ് ആയിട്ട് ചെന്നാ എനിക്കൊരു നല്ല വഴക്ക് കിട്ടും നമ്മൾ പറയുമ്പോ എന്നാ ഹോസ്റ്റലിൽ പോണ്ടെന്ന് പറഞ്ഞ് അവനൊരു ഹോട്ടൽ റൂം എടുക്കുന്നു. അങ്ങനെ അവിടെയുള്ള ടീം വാഷ്റൂമിലെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നവൾ എന്തായാലും ഈ ഒരു അവസരം നന്നായി യൂട്ടിലൈസ് ചെയ്ത് അവനുമായി വളരെയധികം ക്ലോസ് ആവണം, ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത് എന്നെല്ലാം അവളോട് അവൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നിനും ഞാൻ പ്രിപ്പയർഡ് ആയില്ലല്ലോ എന്നവൾ പറയുമ്പോ എന്തിനാ പ്രിപ്പറേഷൻ ഇതിനൊക്കെ എന്ന് അവളെ തന്നെ തിരുത്തുന്നു. അങ്ങനെ അവൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തനിയെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് എത്തുന്ന ജീനം എന്തെടുക്കാന്ന് ചോദിക്കുമ്പോ അവൾ ഒന്നുമില്ലാന്ന് പറഞ്ഞ് തിരിയുമ്പോഴേക്കും അവൻ അവന്റെ ഷർട്ട് അഴിക്കുന്നതാണ് കാണുന്നത്. ഇവനെതിരെ എന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിന്ന് ഷർട്ട് അഴിക്കുന്നതെന്ന് അവളും ഒരു സെക്കൻഡ് ഒന്നും പാനിക് ആവുന്നു. തുടർന്ന് അവളുമായി വളരെ ക്ലോസ് ആവുന്നത് പോലെയൊക്കെ നമുക്ക് കാണാമെങ്കിലും അതൊന്നും റിയൽ അല്ല, അതൊക്കെ അവളുടെ ഇമാജിനേഷൻ ആയിരുന്നു. അവനാകട്ടെ യഥാർത്ഥത്തിൽ ഈ ഒരു റൂമിൽ ഇവളെ കൊണ്ടുവന്നാക്കിയിട്ട് മറ്റൊരു റൂമിലാണ് അവൻ സ്റ്റേ ചെയ്തിരുന്നത്. എന്തായാലും അടുത്ത ദിവസം രാവിലെ തന്നെ ഇവരിവിടെ നിന്ന് പോകുന്നു. കാലിന് മുറിവ് പറ്റിയതുകൊണ്ട് മൂന്ന് നന്നായി നടക്കാൻ വയ്യാത്തത് കൊണ്ട് ജീനാമാണ് അവളെ കൈ പിടിച്ച് പതിയെ നടത്തിക്കുന്നത്. ഹോസ്റ്റലിന്റെ അവിടെ എത്തുമ്പോ ലാനിനെ കാണുമ്പോ മൂവിന്റെ കൈ ഒന്നുകൂടെ മുറുക്കെ പിടിക്കുകയാണ് ജീനാം. ഇനി ലാനെങ്ങാനും മൂവിനോട് ഒരു ഇഷ്ടമുണ്ടോന്നല്ലേ ജീനാമിന്റെ ഡൗട്ട്. എന്നാലും അതിനുശേഷം കോളേജിൽ പോകുമ്പോഴും ഇവൾക്ക് കാല് നടക്കാൻ വയ്യാത്തതുകൊണ്ട് അവൻ അവളെ എടുത്തോണ്ടൊക്കെയാണ് പോകുന്നത്. അവൾ ആരെല്ലാം കണ്ട് എന്ത് വിചാരിക്കുന്നൊക്കെ ആകെ നാണിക്കുന്നുണ്ടെങ്കിലും അവൻ വിടുന്നേയില്ല. ഫുഡ് കൊണ്ട് കൊടുക്കുന്നതും ഇവൾക്ക് നോട്ട്സ് എഴുതി കൊടുക്കുന്നതും എല്ലാം അന്ന് അവൻ തന്നെയാണ്. വളരെ കെയറോട് കൂടിയാണ് അവൻ അവളെ നോക്കുന്നത്. അവൾക്കാകട്ടെ കാലിന് പരുക്കുള്ളത് കൊണ്ട് ചിക്കൻ കാല് കഴിച്ചാല് ആ പരുക്ക് വേഗം മാറുമെന്ന് പറഞ്ഞ് അവൻ അതാണ് അവൾക്ക് കഴിക്കാനൊക്കെ കൊടുക്കുന്നത്. അവൾ എനിക്ക് കാലിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവന്റെ കെയറിന് യാതൊരു കുറവും വരുന്നില്ല. അടുത്ത ദിവസമായിട്ട് അവളെ അവൻ ഷോപ്പിങ്ങിന് വിളിച്ചുകൊണ്ട് പോകുന്നു. ഷോപ്പിങ്ങിന് വേണ്ടി ബസ്സിൽ പോകുന്ന ടൈമെല്ലാം അവൻ അവളുടെ തോളിൽ ചാരി ഉറങ്ങുന്നതൊക്കെ അവൾ വളരെയധികം എൻജോയ് ചെയ്യുന്നു. അതിനുശേഷം ഷോപ്പിങ്ങിന് അവൻ തന്നെ അവൾക്ക് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. കൂടാതെ ഇവർ ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നു. അങ്ങനെ വളരെ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇവരെ മൂവിന്റെ പഴയ സ്കൂളിലെ ഒരു ഫ്രണ്ട് കാണുന്നു. മൂവിന്റെ കൂടെ ജീനാമിനെ കണ്ടപാടെ എന്റെ ദൈവമേ, ഇത് നമ്മുടെ ആ സ്കൂളിലെ ആ പോപ്പുലറായ പയ്യനല്ലായിരുന്നോ, ഇവനെയാണോ നീ ഇപ്പൊ ഡേറ്റ് ചെയ്യുന്നതെന്ന് ആ സുഹൃത്ത് വളരെ ആശ്ചര്യത്തിൽ ചോദിക്കുമ്പോ അത് കേൾക്കുന്ന മൂ
എന്ത് പറയണോന്ന് അറിയാതെ നിൽക്കുമ്പോ ഇത് കേട്ട് ജീനാം അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അവളാകട്ടെ പെട്ടെന്ന് ആ ഫ്രണ്ടിനോട് അങ്ങനൊന്നും ഇല്ലാന്ന് പറയുന്ന ടീം അത് കേൾക്കുന്ന ജീനാമിന്റെ മുഖം വാടുന്നു. കാരണം അവൾ അങ്ങനൊന്നുമില്ല, ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നാണ് ആ ഫ്രണ്ടിനോട് പറഞ്ഞത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളെ ഫ്രണ്ട് എന്ന രീതിയിൽ എപ്പോ സംബോധന ചെയ്താലും നമുക്ക് അത് ഇഷ്ടപ്പെടില്ല അല്ലെ? അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ആ ഫ്രണ്ട് പോയി കഴിയുമ്പോൾ മൂവിനോട് സംസാരിക്കാതെ ജീനാം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അവൻ വളരെ സ്പീഡിൽ ഇവളെ മൈൻഡ് ആക്കാതെ നടക്കാണ്. അവൾ ഇത് എന്ത് പറ്റി, ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഹാപ്പി ആയിട്ടിരിക്കായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, അതുകൊണ്ട് കൂടുതൽ നീ ഞാനുമായി അടുക്കണ്ട എന്ന് അവൻ ദേഷ്യപ്പെടുമ്പോൾ ഇവളും അവനോട് ദേഷ്യപ്പെടുന്നു. എനിക്ക് നിന്നെ ഹൈസ്കൂൾ മുതലേ ഇഷ്ടമായിരുന്നു, പക്ഷെ അപ്പോ നിന്നോട് എന്റെ ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കാത്തതിൽ എനിക്ക് നല്ല നിരാശ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പലപ്പോഴും നീ എന്നെ ഇഷ്ടമല്ല, പലപ്പോഴും നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നെല്ലാം പറയുന്നവൾ നീ എന്തെങ്കിലും എന്നെ ഒരു ഫ്രണ്ടിനപ്പുറം സ്പെഷ്യലായി ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അവളോടുള്ള ദേഷ്യത്തിന് പുറത്ത് ഇഷ്ടം മറച്ചു വെച്ച് ഇല്ല എന്ന് പറയുന്നു. അവളും അത് കേട്ട് അവിടെ നിന്ന് സങ്കടപ്പെട്ടു പോവാണ്. അവൾക്കന്ന് ഉറങ്ങാനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ജീനാമും നല്ല സങ്കടത്തിലായിരുന്നു. ഇവർക്കിടയിൽ ഇങ്ങനെ പ്രശ്നം നടക്കുമ്പോൾ ലാൻ ആവട്ടെ അവന്റെ ഉള്ളിലെ മാക്സിനെ വളച്ചെടുക്കാനായി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാക്സ് അവനെ നല്ലവണ്ണം അവോയ്ഡും ചെയ്യുന്നുണ്ട്. ഇതേ ടീം മാക്സ് നല്ല സങ്കടപ്പെട്ടിരിക്കുന്നതൊക്കെ കാണുന്നു. ഇവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. കാരണം അടുത്ത ദിവസം കോളേജിൽ വെച്ച് ജീനാമും മൂവും പരസ്പരം കണ്ടുമുട്ടുന്നുണ്ടെങ്കിലും സംസാരിക്കാൻ വരുന്ന ജീനാമിനെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നതാണ് മാക്സ് കാണുന്നത്. പിന്നീട് റൂമിൽ സങ്കടപ്പെട്ടിരിക്കുന്ന മൂവിന്റെ അടുത്തേക്ക് ചെന്ന് മാക്സ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്കിടയിൽ എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുന്നു. അല്ല, നീ എന്റെ റൂംമേറ്റ് അല്ലേ, ഞാൻ നിന്നെ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ലോ എന്ന് പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കാനായി മാക്സ് അവളെ ഉപദേശിക്കുന്നു. കൂടാതെ വിഷമിച്ചിരിക്കുന്ന അവളെ ചിയർ ചെയ്യാനും ഓരോ തമാശകളൊക്കെ പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം മാക്സ് ജീനാമിനെ ചെന്ന് കണ്ട് നിനക്ക് അവളോടുള്ള ഇഷ്ടം അവളോട് തുറന്നു പറയണം, അല്ലാതെ അവളെ ഇങ്ങനെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള അവസ്ഥയിൽ അവളെ വിഷമിപ്പിക്കരുതെന്ന് ഒരു ഉപദേശം കൊടുക്കുന്നു. അത് കേട്ട ഉടനെ ജീനാം മൂന്ന് അന്വേഷിച്ചു പോകുമ്പോൾ അവൾ ലൈബ്രറിയിൽ വിശന്ന് തളർന്നിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ടെങ്കിലും അവൾക്ക് ആഹാരം കഴിക്കാനേ തോന്നുന്നില്ല ഇവനോട് പിണങ്ങിയിരിക്കുന്നത് കൊണ്ട്. അത് മനസ്സിലാക്കുന്നവൻ ഫുഡ് വാങ്ങി അവൾക്ക് നിർബന്ധിച്ച് കൊടുക്കാനായി നോക്കുമ്പോൾ അവളാകട്ടെ എന്തിനെങ്ങനെ ചെയ്യുന്നത്, നിനക്ക് ഞാൻ ജസ്റ്റ് ഒരു ഫ്രണ്ട് അല്ലേ, എന്നോട് ഒരു സ്പെഷ്യൽ ഫീലിംഗ് ഇല്ലാത്ത നീ ഇതുപോലെ കെയറോടെ എന്നോട് പെരുമാറി എന്നെ കൺഫ്യൂസ്ഡ് ആക്കരുതെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും നീ എന്റെ ഫ്രണ്ട് അല്ല അതിലും മേളിലാണെന്ന് അവൻ പറയാനായി വരുമ്പോഴേക്കും അത് കേൾക്കാതെ അവൾ അങ്ങ് പോകുന്നു. ഇതേ ടീം മാക്സിനെ പബ്ലിക്കായി തന്നെ പ്രപ്പോസ് ചെയ്യുകയാണ് ലാൻ. പക്ഷെ അവൾ അപ്പോഴും അവന്റെ പ്രപ്പോസൽ റിജക്ട് ചെയ്ത് അവനെ വളരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ വിഷമം വരുന്നവൻ ഇത്രയും ദിവസം അവൾ റിജക്ട് ചെയ്തപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ അവളുടെ പിറകെ നടന്നെങ്കിൽ ഇപ്പോൾ ആകെപ്പാടെ വിഷമം വന്ന് അവളോട് സോറി പറഞ്ഞ് ഇനി ബുദ്ധിമുട്ടിക്കില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇത്രയും നാളെ പിറകെ നടന്ന ലാൻ പിന്നീട് മാക്സിനെ മൈൻഡ് ചെയ്യാതാവുമ്പോ അവളാകട്ടെ അവനെ മിസ് ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പോഴാണ് അവൾക്ക് ഒരു ഇഷ്ടമുണ്ടെന്ന കാര്യം മനസ്സിലാവുന്നത്. പിന്നീട് മാക്സ് റിജക്ട് ചെയ്ത ലാനും പിടങ്ങി നടക്കുന്ന ജീനാമും ഒന്നിച്ച് ഡ്രിങ്ക്സ് അടിച്ച് സംസാരിക്കുന്നു. രണ്ടുപേരും ഇപ്പോ തുല്യ ദുഃഖിതരാണല്ലോ. ആ ടീം ലാൻ ജീനാമിന് ധൈര്യം കൊടുക്കാണ്. നിന്റെ ഉള്ളിലെ ഇഷ്ടം നീ എന്തായാലും അവളോട് തുറന്നു പറയണം, അവൾ ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ നോ എന്ന മറുപടി തരും. അതിനനുസരിച്ച് നമ്മളുടെ ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യണം, അല്ലാതെ ഇഷ്ടം ഉള്ളിൽ കൊണ്ട് നടന്ന് ഒരിക്കലും പറയാൻ കഴിയാതെ അതൊരു നഷ്ടമായി മാറരുതെന്ന് ലാൻ ഉപദേശിക്കുമ്പോൾ അടുത്ത ദിവസം മൂവിന്റെ ബർത്ത്ഡേ ആണെന്ന് അറിയാവുന്ന ജീനാം ആ ദിവസം അവളെ റൂഫ് ടോപ്പിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവൾ വരുമ്പോൾ അവിടെ പ്രപ്പോസലിന് വേണ്ടിയുള്ള ഡെക്കറേഷൻ എല്ലാം ചെയ്തു വെച്ച് അവിടെ അവൻ കാത്തിരിക്കുകയാണ്. അവൻ ഇവളെ കണ്ടപാടെ കേക്കുമായി വന്ന് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. ആക്ച്വലി ഇവൾ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇവൻ പ്രപ്പോസ് ചെയ്താലോ എന്നാണ് ആഗ്രഹിച്ച് ഇവിടേക്ക് വന്നത്. കൂടാതെ അവിടെയുള്ള ലാപ്ടോപ്പിൽ ഇവർ ഒന്നിച്ചുള്ള സമയം ഇവള് പോലും അറിയാതെ അവൻ റെക്കോർഡ് ചെയ്ത അവളുടെ വീഡിയോസ് കാണുന്നു. ആ ടീം ഇതൊക്കെ എപ്പോ എടുത്തു എന്ന് അവള് ചോദിക്കുമ്പോൾ ഇത്രയും നാള് അവള് പോലും അറിയാതെ അവളെ ഇവൻ ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങളും ഹൈസ്കൂളിൽ തൊട്ടേ ഇവളോട് ഒരു ഇഷ്ടം അവനും ഉണ്ടായിരുന്നു, പക്ഷെ അത് തുറന്നു പറയാൻ പേടിയായിരുന്നു എന്നിങ്ങനെ പല പല കാര്യങ്ങൾ ഇവളെ പറ്റി അവൻ കെയർ ചെയ്തതും ഇവളോട് അടുക്കാനായി ശ്രമിച്ചതും അങ്ങനെ പല ഇൻസിഡൻസ് അവൻ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ കേട്ട് ഇവൾ വളരെ സങ്കടത്തിലാവുന്നു. കാരണം ഇത്രയും നാള് ഇവന്റെ പിറകെ നടക്കുകയാണെന്നാണ് അവളെ കരുതിയത്. പക്ഷെ ഇവനും അതേ ഇഷ്ടം തന്നോട് ഉണ്ടായിരുന്നു, അത് തുറന്നു പറയാൻ താമസം വന്നു എന്നത് മാത്രമാണെന്ന് ഇപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നു. കരയുന്നവളുടെ കണ്ണുനീർ തുടയ്ക്കുന്നവൻ ബർത്ത്ഡേ ഗേള് കരയാൻ പാടില്ല, കൂടാതെ നീ എന്റെ ഗേൾ ഫ്രണ്ടും ആണ്, നീ ഒട്ടും കരയാൻ പാടില്ല എന്നവൻ പറയുന്ന ടീം എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എവിടെയെന്ന് ചോദിക്കുന്ന അവൾ ഒരു കിസ് കൊടുക്കുന്നവൻ ഇത് മതിയോ എന്ന് ചോദിക്കുമ്പോൾ ഇത് പോരാന്ന് പറഞ്ഞ് അവൾ അവനെ തുരുതുരാ കിസ് ചെയ്യുന്നു. അങ്ങനെ ഇവരുടെ പ്രണയം തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ പിന്നീട് നമ്മൾ കാണുമ്പോൾ മാക്സ് ആകട്ടെ വിദേശത്തേക്ക് പഠനത്തിനായി പോകുന്നു. അവൾ ആ ടീമെല്ലാം ലാനിനെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവൾ ലാനിനെ കാണുന്നില്ലായിരുന്നു. ഇപ്പോ ലാസ്റ്റ് അവനെ കാണാൻ കഴിയാതെ ഇവിടെ നിന്ന് പോകേണ്ടി വരുമോ എന്ന് അവൾ വളരെ സങ്കടപ്പെട്ട് വണ്ടിയിലേക്ക് കയറുന്ന ടീം അവിടേക്ക് ലാൻ എത്തുന്നു. അവനും ഇവൾക്ക് വിദേശത്ത് പോയി പഠിക്കാൻ പ്ലാൻ ഉണ്ട് എന്നറിയാവുന്നത് കൊണ്ട് ഇവൾ അന്ന് റിജക്ട് ചെയ്ത ശേഷം കഠിനമായി പഠിച്ച് പരിശ്രമിച്ച് അവനും വിദേശത്തേക്ക് പോകാനുള്ള ചാൻസ് നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നവൻ ഞാനും ഇനി നിന്റെ കൂടെ നിഴൽ പോലെ ഉണ്ട്, എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ കഴിയില്ല, അതുപോലെ നിനക്കും എന്നെ ഇട്ടിട്ട് ഇനി പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ ചിരിക്കുമ്പോൾ അവളും ചിരിക്കുന്നു.
അതോടെ അവൾക്കും തന്നെ ഇഷ്ടമാണെന്നത് അവനും കൺഫേം ആകുന്നു. അങ്ങനെ ഇവരും ഇവിടെ ഒന്നാവുകയാണ്. ഇത് കണ്ട് വളരെ ഹാപ്പിയായി അവർക്ക് ഹാപ്പി ജേർണി നേർന്നുകൊണ്ട് അവിടെ മൂവും ചീനാമും നിൽപ്പുണ്ട്. അതോടെ ഈ കഥ അവസാനിക്കുന്നു. ചില പ്രണയം അങ്ങനെയാണ്, നമ്മുടെ പിറകെ നടക്കുമ്പോൾ നമുക്കതിന് വാല്യൂ കാണില്ല, പക്ഷെ ഒന്ന് കാണാതാകുമ്പോൾ ആ ഒരു വേദന മനസ്സിലാവും. അതേപോലെ പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പേടിച്ച് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആ പ്രണയം ഒന്ന് തുറന്നു പറഞ്ഞു നോക്ക്. ലാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ നോ എന്ന ആ ഒരു മറുപടിയിലൂടെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാലോ. എസ് എന്നതാണ് മറുപടിയെങ്കിൽ മനോഹരമായി പ്രണയിക്കുക, സത്യസന്ധമായി പ്രണയിക്കുക. നോ എന്നതാണ് മറുപടിയെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യുക, അല്ലേ? അതല്ലേ വേണ്ടത്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വീണ്ടും കാണാം. ബൈ.